കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു മെർജ് സോർട്ടും ക്വിക്ക് സോർട്ടും ബൈനറി സെർച്ചും സ്ട്രാറ്റ്സ് ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസസ്റ്റ് പെയർ ഓഫ് പോയിൻറ്റ്സ് പ്രോബ്ലംസ്. ഇതൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് ബൈനറി സെർച്ച്. അപ്പോൾ നമുക്കറിയാം ഡിവൈഡ് ആൻഡ് കോൺകർ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, ഒരു വലിയ പ്രോബ്ലംസിനെ ഡിവൈഡായിട്ട് സബ് പ്രോബ്ലംസ് ആക്കി മാറ്റും. ഇൻഡിവിജ്വലി സൊല്യൂഷൻ കണ്ടിട്ട് ആ ഒരു ആ സൊല്യൂഷൻസൊക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ബൈനറി സെർച്ചിൽ ഉണ്ടാവുന്നത്. എന്താണ് ബൈനറി സെർച്ച്? നമുക്കറിയാം എന്താണ് ലീനിയർ സെർച്ച് നമ്മൾ പഠിച്ചിരുന്നത്. ഒരു ലീനിയർ സെർച്ച് എങ്ങനെ നടത്താമെന്ന് ഒരു അറേ ഉണ്ടാവും അല്ലേ. ലീനിയർ സെർച്ച് മീൻസ് ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ ലൈക്ക് അറേ. അപ്പോൾ നമ്മളൊരു അറേ എടുക്കും, എന്നിട്ട് ആ അറയിൽ ഒരു എലമെൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യും. എങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യാം? ഇൻഡെക്സ് ബൈ ഇൻഡെക്സ്, ഒരു ഇൻഡെക്സ് ഉണ്ടാവും, ആ അറേ ഇൻഡെക്സ് നമ്മൾ സെർച്ച് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത അറേക്ക് പോകും. അങ്ങനെ നമ്മൾ ലീനിയറായിട്ട് സെർച്ച് ചെയ്യും അല്ലേ. 1 by 1 സീക്വൻഷ്യലി നമ്മൾ എന്താണ് സെർച്ച് ചെയ്തതാണ് നമ്മൾ എന്താക്കുന്നത് ലീനിയർ സെർച്ചിൽ നടന്നിരുന്നത്. പക്ഷേ ഇൻ ടേംസ് ഓഫ് ബൈനറി സെർച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് സെർച്ച് നടത്താണ്. അതായത് ബൈനറി സെർച്ച് ഈസ് എ സെർച്ചിങ് അൽഗോരിതം ദാറ്റ് വർക്ക്സ് ഓൺ എ സോർട്ടഡ് ഓർ മോണോട്ടോണിക് സെർച്ച് സ്പേസ് ബൈ റിപ്പീറ്റഡ്ലി ഡിവൈഡിങ് ദ സെർച്ച് ഇൻ്റർവൽ ഇൻ ഹാഫ് ആൻഡ് ഡിസ്കാർഡിങ് ദ ഹാഫ് ദാറ്റ് കനോട്ട് കണ്ടെയ്നിങ് ദ ടാർഗറ്റ്. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അറേ ഉണ്ട് എന്ന് കരുതാം, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് എന്താക്കണം? ഒരു എലമെൻറ്റ് സെർച്ച് ചെയ്യണം. ലീനിയർ സെർച്ച് പോലെയല്ല, ലീനിയർ സെർച്ചിൽ നമ്മൾ 1 by 1 സീക്വൻഷ്യലായിട്ട് സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ബൈനറി സെർച്ചിൻ്റെ കേസ് വരുമ്പം നമുക്ക് ഫാസ്റ്റ് സെർച്ചിങ് ആണ് നടക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എലമെൻറ്റ്സ് ഉണ്ട്, ആ എലമെൻറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്യണം. അതിന് നമ്മളൊരു ടാർഗറ്റ് എലമെൻറ്റ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താക്കും? നമ്മൾ ടോട്ടലായിട്ടൊരു എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടെത്തും. എന്നിട്ട് ആ മിഡിൽ പോർഷനും നമ്മൾ ടാർഗറ്റ് എലമെൻറ്റും ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫൗണ്ട് ചെയ്തോ ക്യാൻസർ കിട്ടി. അല്ലെങ്കിൽ നമ്മൾ എന്താക്കും? ഈ മിഡിൽ പോർഷനെക്കാട്ടിയും സ്മോളർ ആണ് നമ്മളുടെ ടാർഗറ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കും. ഇനി നമ്മൾ മിഡിൽ പോർഷനെക്കാട്ടിലും വലുതാണ് നമ്മൾ ടാർഗറ്റ് എലമെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ലെഫ്റ്റ് പോർഷൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് എന്ത് കൺസിഡർ ചെയ്യും? റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യും. എന്നിട്ട് എഗെയിൻ നമ്മൾ എന്താക്കും? ആ ഒരു റൈറ്റ് സൈഡിൻ്റെ മാത്രം മിഡിൽ പോർഷൻ കണ്ടെത്തും. എന്നിട്ട് അവിടുന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യും, പിന്നെ മിഡിൽ പോർഷൻ എടുക്കും. അങ്ങനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മൾ വിചാരിക്കുന്ന ടാർഗറ്റ് എലമെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അതായത് ഇൻസ്റ്റെഡ് ഓഫ് സ്കാനിങ് എലമെൻറ്റ്സ് 1 by 1 സീക്വൻഷ്യലി, ബൈനറി സെർച്ച് റിപ്പീറ്റഡ്ലി ഇൻസ്പെക്ട് ദ മിഡിൽ എലമെൻറ്റ്സ് ആൻഡ് ഡിസ്കാർഡ് ദ ഹാഫ് ഓഫ് ദ റിമൈനിങ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ഹാഫ് ഓഫ് ദ പോർഷൻസ് ഒഴിവാക്കും, ബാക്കിയുള്ള പോർഷൻ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. എല്ലാ എലമെൻറ്റ്സും 1 by 1 ആയിട്ട് സെർച്ച് ചെയ്യേണ്ട, എല്ലാ പോർഷൻസും ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രം നമുക്ക് സെർച്ച് ചെയ്താൽ മതി. ഇതാണ് നമ്മളെ ബൈനറി സെർച്ച്. ഓക്കെ, അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ബൈനറി സെർച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 2 ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? ദ ഡാറ്റ സ്ട്രക്ചർ മസ്റ്റ് ബി സോർട്ടഡ്. ഒരു അൺസോർട്ടഡ് ആയിട്ടുള്ള അറയിലോ കാര്യത്തിലോ നമുക്ക് ഈ ഒരു സെർച്ചിങ് നടത്താൻ കഴിയൂല അല്ലേ. നമ്മളെ വാല്യൂസ് എപ്പോഴും ഒരു സോർട്ടിങ് ഓർഡറിലായിരിക്കണം അല്ലേ. എന്നാലല്ലേ നമുക്ക് ആ പോർഷൻസ് സ്കിപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് ആ പോർഷൻസ് സ്കിപ്പ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. കാരണം നമ്മളത് സോർട്ടിങ് അല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻസ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല, കാരണം അത് അൺസോർട്ടഡ് ആണെങ്കിൽ. സോർട്ടിങ് ആണെങ്കിൽ കറക്റ്റ് നമുക്കറിയാം ഈ ഒരു എലമെൻറ്റ്സ് ഈ ഒരു നമ്മളെ മിഡിൽ പോർഷനെക്കാട്ടിയും വലുതാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം? ലെഫ്റ്റ് സൈഡൊക്കെ സ്കിപ്പ് ചെയ്യാം. അതിന് എന്ത് വേണം? ഒരു ഓർഡർ വേണം. സോ ദ ഡാറ്റ സ്ട്രക്ചർ മസ്റ്റ് ബി സോർട്ടഡ്. സെക്കൻഡ് വൺ എന്താ? ദ റാൻഡം ആക്സസ് ടു എലമെൻറ്റ് ഷുഡ് ബി അവൈലബിൾ. ഒരു റാൻഡം ആക്സസ് വേണം, അതായത് ഒരു ഡയറക്റ്റ് ഇൻഡെക്സ് ആക്സസ് വേണം. ദ സ്ട്രക്ചർ മസ്റ്റ് സപ്പോർട്ട് കോൺസ്റ്റൻറ്റ് ടൈം റാൻഡം ആക്സസ് ടു എലമെൻറ്റ് ബൈ ഇൻഡെക്സ്. ഒരു ഇൻഡെക്സ് ഇല്ലാതെ നമുക്ക് നടക്കാൻ കഴിയുമോ? ഇല്ല. ഒരു റാൻഡം ആക്സസ് അപ്പോൾ അതിനെന്തായാലും വേണം. അതായത് ഒരു ഇൻഡെക്സ് ആക്സസും വേണം, ഡാറ്റ സ്ട്രക്ചർ എന്തായിരിക്കണം? മസ്റ്റ് ബി സോർട്ടഡും ആയിരിക്കണം. ഈ ഒരു 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് നടത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലീനിയർ സെർച്ചാണ് നടത്താൻ കഴിയുക. ഒരു സോർട്ടഡും ആയിരിക്കണം, ഇൻഡെക്സ് ആക്സസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നടത്താം? ഒരു എലമെൻറ്റ് ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം.
ദെൻ നമ്മൾ പറഞ്ഞു ബൈനറി സെർച്ച് ടെക്നിക്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഡിവൈഡ് എന്താക്കും, കമ്പ്യൂട്ട് ദ മിഡിൽ ഇൻഡെക്സ് ആൻഡ് സ്പ്ലിറ്റ് ദ സെർച്ച് ഇൻ്റർവൽ ഇൻ 2 halves. ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് നമ്മൾ എന്താക്കി മാറ്റും, 2 parts ആക്കിയിട്ട് മാറ്റും അല്ലേ, 2 halves ആക്കിയിട്ട് മാറ്റും. ദെൻ കോൺകർ ചെയ്യും, കമ്പയർ ദ കീ വിത്ത് ദ മിഡിൽ എലമെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ ഹാഫ് ഓഫ് ദ കണ്ടിന്യൂസ് സെർച്ച്. നമ്മൾ പറഞ്ഞു അതിൽ കോൺകർ എന്ത് സ്റ്റെപ്പ് അവിടെ യൂസ് ചെയ്യുന്നത് ബൈനറി സെർച്ചിൽ, നമ്മൾ 2 മിഡിൽ പോർഷൻ ആക്കി, ഡിവൈഡ് ആൻഡ് കോൺകർ ഡിവൈഡിൽ നമ്മൾ 2 പോർഷൻ ആക്കി, മിഡിൽ എലമെൻറ്റ്സ് കണ്ടിട്ട് 2 പോർഷൻ ആക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഏത് പോർഷനാണോ വേണ്ടത് ആ മിഡിൽ പോർഷൻ എന്തായാലും കമ്പയർ ചെയ്യും, കീ എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് എന്താ ഒഴിവാക്കാം. ദെൻ മെർജ് എന്താ, മെർജിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മെർജ് എലമെൻറ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നോൺ ട്രിവിയൽ മെർജ് ഈസ് റിക്വയർഡ്. റിസൾട്ട് എയ്തർ ദ എലമെൻറ്റ് ഈസ് ഫൗണ്ട് ഓർ നോട്ട്. റിസൾട്ട് എന്താ, എലമെൻറ്റ്സ് കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ മിഡിൽ പോർഷനും എലമെൻറ്റ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, എലമെൻറ്റ് ഈസ് ഫൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, എലമെൻറ്റ് ഈസ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കും. അപ്പോൾ ഇനി മെർജ് കണ്ടീഷൻസ് ഒന്നും നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നില്ല, ട്രിവിയൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോൺ ട്രിവിയൽ മെർജ് ഈസ് റിക്വയർഡ് ആണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് എന്തിൽ നടക്കുന്നത്, ബൈനറി സെർച്ചിൽ ഡിവൈഡ് ആൻഡ് കോൺകർ യൂസ് ചെയ്തിട്ട് നമ്മൾ നടക്കുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൽ നടക്കുന്നത് നോക്കാം. ഇപ്പം നമ്മൾ നോക്കിയ പോലെ തന്നെ മിഡിൽ പോർഷൻ കണ്ടു. മിഡിൽ പോർഷൻ കാണാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ലോ പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് മിഡിൽ പോർഷൻ കണ്ടു. എന്നിട്ട് നമ്മൾ ടാർഗറ്റ് ഈക്വൽ ടു മിഡിലാണോ നോക്കും. അങ്ങനെയാണെങ്കിൽ എന്താക്കും, സെർച്ച് എലമെൻറ്റ് ഫൗണ്ട് ചെയ്തു. ദെൻ ടാർഗറ്റ് ക്രിയേറ്റർ ദാൻ മിഡിലാണെങ്കിൽ നമ്മൾ എന്താ, സെർച്ച് ദ റൈറ്റ് ഹാഫ് മാത്രം സെർച്ച് ചെയ്താൽ മതി. ദെൻ ടാർഗറ്റ് ചെറുതും മിഡിൽ വലുതും ആണെങ്കിലോ സെർച്ച് ദ ലെഫ്റ്റ് ഹാഫ്. ഈ ഒരു 3 കോൺകറിൽ യൂസ് ചെയ്യണത്. ദെൻ മെർജിൽ നമ്മൾ ഒന്നും യൂസ് ചെയ്തില്ല, നോ മെർജ് ഫേസ് ഈസ് റിക്വയർഡ്. നമ്മളത് എന്താണ്, ഒരു ഹാഫിൽ നമ്മളിത് കണ്ടാൽ എലമെൻറ്റ് ഈസ് ഫൗണ്ട് അല്ലെങ്കിൽ എലമെൻറ്റ് ഈസ് നോട്ട് ഫൗണ്ട് പറഞ്ഞിട്ട് കാണിക്കും. ഇത്ര കാര്യങ്ങളാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കാണുന്നത്, ബൈനറി സെർച്ച് കാണുന്നത്. ദെൻ നമുക്കിതിൻ്റെ ഒരു അൽഗോരിതം പ്രൊസീജിയർ നോക്കി നോക്കാം. അൽഗോരിതം പ്രൊസീജിയറിൽ ആദ്യം എന്താ, ഇനീഷ്യലൈസ് ദ ബൗണ്ട് പോയിൻറ്റേഴ്സ്. ഫസ്റ്റ് നമ്മൾ ലോ എന്താണ് 0 ആക്കി മാറ്റും, 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ദെൻ ഹൈ എപ്പോൾ എന്തായിരിക്കും, n-1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, മിഡിൽ പോയിൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് മിഡിൽ പോയിൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, മിഡ് ഈക്വൽ ടു ലോ പ്ലസ് ഐ മൈനസ് ലോ ഡിവൈഡഡ് ബൈ 2. ലോ എന്തായിരിക്കും, ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ലോ മൈനസ് ഹൈ മൈനസ് ലോ ഡിവൈഡ് ബൈ 2 ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്താണ്, നമ്മൾ കമ്പാരിസൺ ആണ് നടത്തുന്നത്. അതായത് ഇഫ് എ മിഡ് ഈക്വൽ ടു കീ ആണെങ്കിൽ നമ്മൾ ആ ഇൻഡെക്സിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് സെർച്ചിന് ഫൗണ്ട് ചെയ്തെന്ന് കാണിക്കാം. ഇഫ് കീ എലമെൻറ്റ് മിഡിനെക്കാട്ടിലും ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ മാത്രം സെർച്ച് ചെയ്താൽ മതി. ദെൻ ഇഫ് കീ എലമെൻറ്റ് ക്രിയേറ്റർ ദാൻ മിഡ് ആണെങ്കിൽ എന്തായിരിക്കും, റൈറ്റ് സൈഡ് മാത്രം സെർച്ച് ചെയ്താൽ മതി. ഈ ലൂപ്പ് ഇങ്ങനെ പോയിട്ട് നമ്മൾ എന്താണ്, ആ എലമെൻറ്റ്സ് എപ്പോഴാണോ കിട്ടുന്നത് അപ്പം വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടിന്യൂ ആൻഡിൽ ടാർഗറ്റ് ഈസ് ഫൗണ്ട്, അല്ലെങ്കിൽ എന്താ, സെർച്ച് റീജിയൻ ബിക്കം എംപ്റ്റി. നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ്സ് എംപ്റ്റി ആണ് വരെ നമുക്ക് ചെയ്യാം. ഇത്രയാണ് അതിൻ്റെ അൽഗോരിതംസ് പ്രൊസീജിയേഴ്സ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എന്താ എക്സാമ്പിൾ എന്ന് നോക്കാം. അപ്പം നമ്മൾ ബൈനറി സെർച്ച് പറഞ്ഞു അല്ലേ. ബൈനറി സെർച്ച് എന്താണെന്നാണ് പറഞ്ഞത്, നമ്മൾ ലീനിയർ സെർച്ച് പോലെ ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട, നമുക്ക് എന്താക്കിയാൽ മതി, 1 by 1 സെർച്ച് ചെയ്യുന്നതിൻ്റെ പകരം മിഡിൽ പോർഷൻ കണ്ടിട്ട് ബാക്കിയുള്ളത് എങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യുക. അത് അഗെയിൻ മിഡിൽ പോർഷൻ കാണുക, പിന്നെ മിഡിൽ പോർഷൻ കാണുക. അങ്ങനെ നമുക്ക് ആ എലമെൻറ്റ് കിട്ടുന്നത് വരെ നമ്മൾ മിഡിൽ പോർഷൻസ് കണ്ടിട്ട് ബാക്കിയുള്ളതൊക്കെ റിമൂവ് ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന സെർച്ച് എലമെൻറ്റ് ഫാസ്റ്റായിട്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടും. അതാണ് ബൈനറി സെർച്ച് എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഇതിനെ വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ തിയറി എന്താക്കും, നമുക്ക് നല്ലോണം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഒരു അറേ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു അറേ ഉണ്ട്, അറേയിലൊരു 10 എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എലമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് എലമെൻ്റ് 2, 5, 8, 12, ദെൻ 16, 13, ദെൻ
12, 16, 23 കൊടുത്തു, ദെൻ 38, ദെൻ 56, 72, 91. ഇങ്ങനെ ഒരു 10 എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ നമ്മൾ ഇൻഡെക്സ് കൊടുക്കണം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിൽ നമുക്ക് ബൈനറി സെർച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? പറ്റും. കാരണം എന്താ, ഡാറ്റ സ്ട്രക്ചർ എന്തിട്ടാണ്, ഓർഡേർഡ് ആണ് അല്ലേ, സോർട്ടഡ് ആണ്. ഇതിൽ സോർട്ടിങ് പോലെ 2, 5, 8, 12, 16 പറഞ്ഞിട്ട് ഒരു കറക്റ്റ് ഓർഡറിലല്ലേ പോണത്, ഇൻക്രീസിങ് ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ സോർട്ടഡ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്താ, ഇൻഡെക്സ് ആക്സസ് വേണം. ഓക്കെ, ഓൾറെഡി അറേക്ക് എന്തുണ്ട്, ഇൻഡെക്സ് ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ബൈനറി സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുമ്പം ആദ്യം എന്താണെന്ന് പറഞ്ഞത്, ആദ്യം നമുക്ക് അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടെത്തണം. സോ മിഡിൽ പോർഷൻ എങ്ങനെയാണ്, ലോ പ്ലസ് I മൈനസ് ലോ ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്തിൻ്റെ കാണാനുള്ള ഇക്വേഷന്, ബൈനറി സെർച്ചിൻ്റെ മിഡിൽ പോർഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കാണുകയെന്ന്. അപ്പോൾ ആദ്യത്തേൽ ലോ എത്രയാണ്, ലോ ഈക്വൽ ടു 0, ദെൻ ഹൈ എത്രയാണ് 9 മൈനസ് ലോ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 ഡിവൈഡ് ബൈ 2 എന്താണ്, 4.5 സംതിങ്. അപ്പം 4 എടുക്കാം. ഓക്കെ, അപ്പോൾ ഫോർത്ത് എലമെൻ്റ് ഏതാന്ന് നോക്കും. ഓക്കെ, ഫോർത്ത് എലമെൻ്റ് നമുക്ക് കിട്ടി. ഏതാണ് ഫോർത്ത് എലമെൻറ്റ്, 16 ആണ്. ഫോർത്ത് എലമെൻ്റ് ഏതാടാ, ഫോർത്ത് എലമെൻ്റ് നമുക്ക് കിട്ടി. ഫോർത്ത് എലമെൻ്റ് ഈക്വൽ ടു 16. ഓക്കെ, അപ്പോൾ ഫോർത്ത് എലമെൻറ്റ് 16 നമുക്ക് കിട്ടിയപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം നമുക്ക് മിഡിൽ എലമെൻറ്റ് ഇതിൽ എന്ത് കിട്ടി, മിഡിൽ എലമെൻറ്റ് ഈക്വൽ ടു 16 കിട്ടി. നമുക്ക് ടാർഗറ്റ് എലമെൻറ്റ് വേണ്ടേ, ടാർഗറ്റ് എലമെൻറ്റ് വേണ്ടേ, നമുക്കിപ്പോൾ 23 ഇതിൽ നിന്ന് കണ്ടെത്തണം. 23 കണ്ടെത്തണം. അപ്പോൾ മിഡിൽ പോർഷൻ നമ്മൾ കണ്ടെത്തിയപ്പം 16 കിട്ടി. അപ്പോൾ 23ഉം 16ഉം കമ്പയർ ചെയ്യുമ്പോൾ മിഡിൽ പോർഷൻ ചെറുതും, മിഡിൽ പോർഷൻ എന്താണ്, 16ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മിഡിൽ പോർഷൻ ചെറുതും ടാർഗറ്റ് എലമെൻ്റ് എന്താണ്, വലുതുമാണ് അല്ലേ. അപ്പം നമുക്ക് ഏതാണ് ചെയ്യേണ്ടത്, മിഡിൽ പോർഷൻ ചെറുതും ടാർഗറ്റ് വലുതാണെങ്കിൽ റൈറ്റ് ഹാഫാണ് നമുക്ക് എന്താക്കേണ്ടത്, സെർച്ച് ചെയ്യേണ്ടത്. റൈറ്റ് ഹാഫ് നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ റൈറ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ഭാഗമാടാ വരിക, റൈറ്റ് ഹാഫ് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇട്ടിട്ടുള്ള ഇത്ര എലമെൻറ്റ്സ് നമുക്ക് സെർച്ച് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താക്കാം, സ്കിപ്പാക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് 23ആണ്. സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് 23ആണ്. ഇതിൻ്റെ മിഡ് പോർഷൻ കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 16 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ 16ഉം 23ഉം കമ്പയർ ചെയ്തപ്പം എന്താണ്, 16 ചെറുതും 23 വലുതുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ടാർഗറ്റ് എലമെൻറ്റ് ചെറുതും മിഡിൽ എലമെൻറ്റ് ചെറുതും ടാർഗറ്റ് എലമെൻറ്റ് വലുതുമാണ്. അപ്പോൾ നമുക്ക് ഏത് പോർഷൻ സെർച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്, റൈറ്റ് ഹാഫ് പോർഷൻ സെർച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ഈ റൈറ്റ് ഹാഫ് സെർച്ച് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇനിയിപ്പോൾ എന്താണ്, 0 മുതൽ 4th ഇൻഡെക്സ് വരെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ലീനിയർ സെർച്ച് ആണെങ്കിൽ അത് പറ്റുമോ, ഇല്ല. നമുക്ക് 1 by 1 ആയിട്ട് സെർച്ച് ചെയ്യണം. ഇവിടെ നമ്മൾ 5 എലമെൻറ്റ്സ് സ്കിപ്പ് ചെയ്തു. കാരണം എന്താ, നമ്മൾ ചെയ്തപ്പം മിഡിൽ എലമെൻറ്റ്സ് നോക്കി, മിഡിൽ എലമെൻറ്റ്സും ടാർഗറ്റ് എലമെൻറ്റും കമ്പയർ ചെയ്തപ്പോൾ റൈറ്റ് ഹാഫ് സെർച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഡിസ്കാർഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മൾ ലോ എലമെൻറ്റ്സ് ഏതാ, ഇവിടെ നിന്ന് തൊട്ടാട്ട് ഇനി നമുക്ക് സെർച്ച് ചെയ്തേണ്ടത് ഇവിടെ വരെ സെർച്ച് ചെയ്യണം. ഇപ്പോഴും നമുക്കറിയില്ല നമ്മൾ എലമെൻറ്റ്സ് ഏത് ഇൻഡെക്സിലാണ് കിടക്കണമെന്ന് അല്ലേ. നമ്മളൊരു മിഡിൽ കണ്ടു, ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് സെർച്ച് ചെയ്തത് 5 to 9 വരെ ഇൻഡെക്സ് ഉള്ളതാണെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്തത് ചെയ്യണം. ഈ ഒരു പോർഷൻ്റെ നമ്മൾ റൈറ്റ് ഹാഫ് മാത്രം സെർച്ച് ചെയ്യണില്ലേ, ആ ഒരു പോർഷൻ്റെ മിഡിൽ പോർഷൻ കാണണം. അപ്പം മിഡിൽ കാണാൻ എന്താ, ലോ പ്ലസ് I മൈനസ് ലോ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഇത് നമ്മൾ കാണുമ്പോൾ എത്ര കിട്ടുക, 5 പ്ലസ് 9 മൈനസ് 5 എത്ര, 4 ഡിവൈഡ് ബൈ 2. അപ്പം നമുക്ക് എന്ത് കിട്ടും, 5 പ്ലസ് 2 അല്ലേ. 4 ഡിവൈഡ് ബൈ 2 എത്ര, 2. അപ്പോൾ 5 പ്ലസ് 2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക, 7. അപ്പം നമുക്ക് സെക്കൻഡ് കണ്ടപ്പം 7 കിട്ടി. അപ്പം നമുക്ക് സെക്കൻഡ് കണ്ടപ്പോൾ നമുക്ക് ഏത് എലമെൻറ്റ് കിട്ടി, 56. 7ലുള്ള 56 എന്ന എലമെൻറ്റ്സ് കിട്ടി. ഓക്കെ,
56 എലമെൻറ്റ്സ് കിട്ടി. അപ്പം 7 അടുത്ത സെർച്ചിൽ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി, 56 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 56ഉം 23യും കമ്പയർ ചെയ്യണം. ഇതാണ് മിഡ് പോർഷൻ, ഇതാണ് നമ്മളെ ടാർഗറ്റ് ഇല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? മിഡ് പോർഷന് വലുതും ടാർഗറ്റ് എന്താണ്? ചെറുതുമാണ്. മിഡ് പോർഷന് വലുതും ടാർഗറ്റ് ചെറുതാകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? സെർച്ച് ലെഫ്റ്റ് ഹാഫ് എന്നാണ്. അപ്പോൾ നമുക്ക് ഏത് ഇനി ബാക്കി സെർച്ച് ചെയ്യണം? ഇവിടെ ഏതാണ്? സെർച്ച് ലെഫ്റ്റ് ഹാഫ് എന്നാണ് പറഞ്ഞത്, ലെഫ്റ്റ് ഹാഫ്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഓൾറെഡി നമ്മൾ 23 മുതലാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തിൽ 23, മിഡിൽ പോർഷൻ നമ്മൾ 23 ആണ്, നമുക്ക് മറ്റേ കണക്കാക്കേണ്ടത് 23 ആണ്. ഇതിൽ നമുക്ക് 56 കിട്ടി. ഇനി നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ഏത് വരെയാണ്? ഈ 5 to 7 വരെ നമുക്ക് സെർച്ച് ചെയ്യണം. അടുത്ത എലമെൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ 5 to 6 വരെ അല്ലേ? കാരണം 4 വരെയാണ്, 0 to 4 ആദ്യം നമ്മൾ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ആദ്യം നമ്മൾ മിഡിൽ പോർഷൻ കണ്ടപ്പോൾ നമുക്ക് 16 കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താക്കി? ഇവിടെ വരെ സെർച്ച് ചെയ്തു അല്ലേ? 5 to 9 മിഡിൽ പോർഷൻ എഗെയിൻ കണ്ടപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ നമുക്ക് എന്ത് കിട്ടി? 56, 7 കിട്ടി. ഓക്കെ, ആദ്യം കണ്ടപ്പോൾ 4 കിട്ടി, 4 ഇൻഡെക്സിലുള്ള എലമെൻറ്റ് 16 ആണ്. അതുകൊണ്ട് നമ്മൾ ആ പോർഷൻസ് സ്കിപ്പ് ചെയ്തു. എഗെയിൻ നമ്മൾ ബാക്കിയുള്ളതിൻ്റെ റൈറ്റ് ഹാഫിൻ്റെ മിഡിൽ പോർഷൻ കണ്ടു. അപ്പോൾ നമുക്ക് 7th ഇൻഡെക്സ് കിട്ടി. അപ്പോൾ നമുക്ക് 56 എലമെൻറ്റ്സ് കിട്ടി. ഓക്കെ, 56ഉം 23യും കമ്പയർ ചെയ്തപ്പം മിഡിൽ എലമെൻറ്റ് എന്താണ്? മിഡിൽ എലമെൻറ്റ് വലുതും ടാർഗറ്റ് എലമെൻറ്റ് ചെറുതുമാണ്. അപ്പോൾ ഇനി നമുക്ക് സെർച്ച് ചെയ്തതിൻ്റെ ഇതിൻ്റെ ഈ ലെഫ്റ്റ് പോർഷനിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5ഉം 6 ആണ് ഇനി നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡിൽ പോർഷൻ കാണാം. മിഡിൽ ഈക്വൽ ടു 5 + 6 - 5 / 2. ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ആ 5ൻ്റെ എലമെൻ്റാണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 5 എന്ന് കിട്ടി. 5ൽ ഏതാണോ എലമെൻറ്റ്സ് ഉള്ളത് നോക്കണം. അപ്പോൾ 5ൽ നമുക്കുള്ള എലമെൻറ്റ്സ് ഏതാടാ? 23. അപ്പം 23 ആണ് 5ലുള്ള എലമെൻറ്റ്സ്. നമ്മളെ ടാർഗറ്റും എന്താണ്? 23. അപ്പം മിഡിലും ടാർഗറ്റും എന്തായിട്ട് വന്നു? ഈക്വലായിട്ട് വന്നു. അപ്പം നമ്മളത് സെർച്ചിങ് എന്തായിട്ട് നടന്നു? അപ്പം നമുക്കൊരു 2 പ്രാവശ്യം മിഡിൽ 3 പ്രാവശ്യം മിഡിൽ എലമെൻറ്റ്സ് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആവശ്യമുള്ള എലമെൻറ്റ് സെർച്ച് ചെയ്തിട്ട് കിട്ടി. മറ്റേ ലീനിയർ സെർച്ച് ആണെങ്കിലോ 1 by 1 നമുക്ക് എത്ര വട്ടം ഇങ്ങനെ സെർച്ച് ചെയ്തേണ്ടിനും ഇത് ആവശ്യമില്ല. ഇത് 2 പ്രാവശ്യം മിഡിൽ എലമെൻറ്റ്സ് കണ്ടപ്പം തന്നെ നമ്മൾ ടാർഗറ്റ് വാല്യൂ കണ്ടു. അതാണ് ഇത് പറയുന്നത് ഫാസ്റ്റ് സെർച്ചിങ് ആണ് എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ലോ ഈക്വൽ ടു 0 ആണ്, ഹൈ 9 ആയിരുന്നു. മിഡിൽ പോർഷൻ കണ്ടു. നമുക്ക് മിഡിൽ പോർഷൻ കണ്ടപ്പം 4 എന്ന് ആൻസർ കിട്ടി. ദെൻ 4 array of 4 നോക്കി 16 ആണ്. അങ്ങനെ 23യും 16ഉം കമ്പയർ ചെയ്തു. നമുക്ക് റൈറ്റ് ഹാഫ് എന്താക്കണം? സെർച്ച് ചെയ്യണമെന്ന് കിട്ടി. ദെൻ അടുത്ത എലമെൻറ്റ്സ് സെർച്ച് ചെയ്തു. ദെൻ അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടു. 5 + 9 / 2 7 ആണെന്ന് കിട്ടി. 7ലുള്ള എലമെൻറ്റ് 56 ആണ്. അതുകൊണ്ട് എന്താക്കി? 23യും 56ഉം കമ്പയർ ചെയ്തു. ലെഫ്റ്റ് ഹാഫ് സെർച്ച് ചെയ്താൽ മതി എന്ന് കണ്ടു. ദെൻ അഗെയിൻ സെർച്ച് ചെയ്തു. ദെൻ നമ്മൾ മിഡിൽ പോർഷൻ കണ്ടപ്പം 5 കിട്ടി. array of 5ഉള്ള എലമെൻറ്റ്സ് ഏതാന്ന് നോക്കി. 23 ആണ്. അപ്പോൾ 23യും എന്താണ്? ഈക്വലായിട്ട് വന്നു. ടാർഗറ്റും മിഡിലും ഈക്വലായിട്ട് വന്നു. അപ്പം നമുക്ക് ഏത് ഇൻഡെക്സിൽ കിട്ടി? ഫൗണ്ട് അറ്റ് ദ ഇൻഡെക്സ് 5. ഇതാണ് ബൈനറി സെർച്ചിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റീസ് ആണ്. ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എൻ്റെ 0/1ഉം ദെൻ ആവറേജ് കേസ് എന്താ? 0 ഓർഡർ ഓഫ് ലോഗ് എന്നും ദെൻ വേഴ്സ്റ്റ് കേസ് എന്താണ്? ഓർഡർ ഓഫ് ലോഗ് എന്നും ആണ്. ദെൻ ബെസ്റ്റ് കേസ് എന്താണ്? ടാർഗറ്റ് ഇസ് അറ്റ് മിഡ് ഓൺ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ടാർഗറ്റ് വാല്യൂ കണ്ടാൽ അത് നമ്മൾ ബെസ്റ്റ് കേസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ അതിന് ഓർഡർ ഓഫ് 1 കൊടുത്തു. ആവറേജ് കേസ് എന്ന് പറയുമ്പോൾ എന്താ? array ഹാഫ്ഡ് ഈച്ച് ഐട്രേഷൻ. ഓരോന്നിലും നമ്മൾ array ഹാഫ് ആക്കിയിട്ടല്ലേ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് ലോഗ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ വരികയാണെങ്കിൽ ലോഗ് എൻ ആണ്. ദെൻ വേഴ്സ്റ്റ് കേസ് ഓർ എൻഡ് ഓർ ആബ്സെൻറ്റിലാണ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ്? ലോഗ് എൻ ആണ്. കാരണം ഡിവൈഡഡ് ബൈ ചെയ്തിട്ടല്ലേ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ കോംപ്ലക്സിറ്റി ചാർട്ടേഴ്സ്.
നമ്മൾ സൂഡോ കോഡ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കാരണം അതിൻ്റെ അൽഗോരിതംസ് നമ്മൾ പറഞ്ഞിട്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ബൈനറി സെർച്ചിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബൈനറി സെർച്ച് എന്ന് പറഞ്ഞു. ബൈനറി സെർച്ച് എന്താ, ഈസി ആയിട്ട് ഫാസ്റ്റസ്റ്റ് സെർച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ബൈനറി സെർച്ച്. ഒരു മിഡിൽ പോർഷൻ ഉണ്ടാകും, ആ മിഡിൽ പോർഷൻ എന്താകും, കണ്ടെത്തും. ഇങ്ങോട്ട് ബാക്കിയുള്ള പോർഷൻസ് റിമൂവ് ആക്കും. ഇങ്ങോട്ട് പിന്നെ ആ മിഡിൽ പോർഷനും ടാർഗറ്റും കമ്പയർ ചെയ്യും. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എലമെൻറ്റ് ഈസ് ഫൗണ്ട് എന്ന് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, മിഡിൽ പോർഷൻ ചെറുതും ടാർഗറ്റ് വലുതുമാണെങ്കിൽ നമ്മൾ റൈറ്റ് ഹാഫ് സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാഫ് സെർച്ച് ചെയ്യും. ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഇതിനാണ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസിൽ ഡിവൈഡ് ആൻഡ് കോൺകർ മെർജാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞു, ഒരു എക്സാമ്പിളും പറഞ്ഞു. ദെൻ എക്സാമ്പിളിൽ എങ്ങനെയാണ് നമ്മൾ എലമെൻറ്റ്സ് സെർച്ച് ചെയ്തിട്ട് ഈസിലി എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ കോംപ്ലക്സിറ്റീസും പറഞ്ഞു. ഇത്ര കാര്യങ്ങളാണ് ബൈനറി സെർച്ചിൽ നമുക്ക് പഠിക്കാനുള്ളത്.